നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. തന്റെ ജീവിതത്തിനകത്ത് ലൈഫിനകത്ത് ഏറ്റവും അവസാനമായി എഴുതപ്പെട്ട ലേഖനമാണ് ജീവിതത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ. ഇത് കഴിഞ്ഞൊരു ലേഖനം തന്നെ എഴുതിയിട്ടില്ല. എന്താണ് ശാസ്ത്രം? ഏത് ശാസ്ത്രം? തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ എന്തുമാത്രം ആത്മാർത്ഥത ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ എത്രത്തോളം തീഷ്ണത കാണിക്കാൻ പറ്റുമോ അത്രത്തോളം തീഷ്ണതയുള്ള ഒരു ലേഖനമാണ് ഈ 4 അധ്യായങ്ങളിലൂടെ വെളിപ്പെട്ടു വന്ന തീവാദമാണ്. അല്ലെങ്കിൽ ഓരോ വാക്യത്തിനകത്തേക്ക് ഇറങ്ങിയാൽ ഒരുപാട് കാര്യങ്ങളെ നമ്മുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്നത് മനസ്സിലാക്കുവാൻ ഇടയായിരിക്കും. ഒരു ക്രിസ്തു വിജ്ഞാനത്തിന്റെ ക്രിസ്തുവിജ്ഞാനത്തിന്റെ ഒരു നിഴലിട്ട പ്രദർശനമാണ് പൗലോസ് സഭയ്ക്ക് ഈ ലേഖനത്തിലൂടെ കാണിച്ചു നൽകുന്നത്. അവൻ കേൾക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ക്രിസ്തു എന്ന വ്യക്തിപ്രഭയെ കുറിച്ച് യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ, ക്രിസ്തു എന്ന വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. കാരാഗ്രഹത്തിൽ കളയുന്നു എന്ന് തോന്നും, വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെയാണെന്ന് തോന്നും. പക്ഷെ അത് കടിച്ചീറുന്ന ചെന്നായെ പോലെ, ഗർജിക്കുന്ന സിംഹത്തെ പോലെ ക്രിസ്തു പ്രഭ ഉദിച്ചു നിൽക്കുന്നത് ഈ ലേഖനത്തിന്റെ വാക്കുകളുടെ ഇടയ്ക്ക് പൗലോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ്. അതുകൊണ്ട് വായനയ്ക്കകത്തേക്ക് മുഴുകുന്നവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, ആത്മാവിൽ ജാഗരിച്ചോ, എത്ര പേർക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ വചനം വായിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്? ഞാൻ നിങ്ങൾ ജീവൻ എന്താണെന്ന് തെളിവാണ്. വചനം വായിക്കുമ്പോൾ നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നു, അല്ലേ? ദൈവശബ്ദം കേൾക്കുന്നില്ലേ? ജീവനില്ല, യഥാർത്ഥ ജീവനിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല. എന്താ ചെയ്യാൻ പറ്റും? ജീവനിലേക്ക് ദൈവം സംസാരിക്കുന്നു, വചനം വായിക്കുമ്പോൾ സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ അകത്ത് ജീവൻ നൽകിയതിന്റെ യഥാർത്ഥ ബോധ്യം നിങ്ങൾ പ്രകടമായി വെളിപ്പെടണം. ചിലർക്കൊക്കെ ജീവനുണ്ട്, പക്ഷെ മരിച്ചവരെ പോയി ഇതൊന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർക്കൊക്കെ അവരോട് പറഞ്ഞിട്ട് ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ അവരുടെ മരിച്ചവരുടെ കൂട്ടത്തിൽ ജീവനുള്ളവരായി കടന്ന് അഭിനയിക്കാതെ നീ എഴുന്നേറ്റ പ്രകാശിച്ചാലേ ഈ ശബ്ദം കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് പറയുന്നത്, എന്റെ ആളുകൾ എന്റെ ശബ്ദം കേൾക്കും. ശബ്ദം കേൾക്കുന്നതല്ല, അവിടെ നിന്നുള്ള ശബ്ദം കേൾക്കും. ഈ വാക്കുകളുടെ ആഴങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാം. അതുകൊണ്ട് ശബ്ദം കേൾക്കാത്തവരോട് ഈ ഡേഞ്ചർ സിറ്റുവേഷനിലാണ് നിങ്ങൾ എത്രയും വേഗം ആ കേൾക്കുന്ന രീതിയിലേക്ക് എഴുന്നേൽക്കാനായിട്ട് ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായം. എവിടെ തുടങ്ങുന്നു ഈ ആശയങ്ങളുടെ ആരംഭമെന്ന് ഞാൻ ആത്മാവിൽ ചിന്തിക്കാൻ തയ്യാറായപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായ എവിടെയാണ് യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായം തുടങ്ങുന്നത്? ഉപരവാക്കുകൾക്കകത്ത് വേറിട്ട വിട്ടുവിട്ട് ഞാൻ ആശയത്തെ പൂർത്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഏതിന് പാപം ചെയ്ത് നിൽക്കുമ്പോൾ പാപത്തിലൂടെ ഏതിന്റെ വെളിയിലേക്ക് ആക്കപ്പെട്ടപ്പോൾ ഒരു ശബ്ദം ദൈവം ആദമിനോട് വിളിച്ചു പറയുക, ഹവ്വയോട് വിളിച്ചു പറയാണ്. ആ വിളിച്ചു പറയുന്ന ശബ്ദം സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ സന്തതി സർപ്പത്തിന്റെ ഇതൊരു ഇൻഫർമേഷനാണ്. ആത്മാവിന്റെ യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായം നിന്നിലേക്ക് വരേണ്ടതിനായി മുൻകൂട്ടി അറിയിക്കപ്പെട്ട ഒരു സഹായ ശബ്ദമാണ് ഇത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലവേദന.
നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. നമ്മുടെ ആൾക്കാർ പറയാം, അത് ദൈവത്തിന്റെ മകനായി അവതരിപ്പിക്കപ്പെട്ട മനുഷ്യൻ ഒരു ജഡവും ജാതിയനായി തീർന്നപ്പോൾ, അല്ലെങ്കിൽ ഒന്നുകൂടെ താഴോട്ട് അതിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ മകനായി അവതരിപ്പിക്കപ്പെട്ട ആദാമിന്റെ ജനറേഷനെയും ജഡവും ജാതിയുമായി ഒരു സമൂഹത്തിലേക്ക് ഒരു ചണ്ടിക്കുണ്ടാരമായി പാപമെന്ന ആയുധം കൊണ്ട് മരണമെന്ന നാശത്തിലേക്ക് തള്ളിവിട്ട സാത്താന്റെ പ്രഹരത്തിനു മുമ്പിൽ ഒരുവൻ അത്സരമായി ക്രൂശിൽ കയറുമ്പോൾ അവന്റെ ആത്മാവിന്റെ സഹായം കൊണ്ട് സകല ജാതിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആദാമെന്ന മകനിൽ നിന്നും മക്കളെ കണ്ടെത്തുന്ന ദൈവാത്മാവിന്റെ ഈ ആത്മാവിന്റെ കൊണ്ട് പറയാം, ആത്മാവിന്റെ സഹായം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായം ആർക്കുള്ള? എനിക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ആത്മാവിന്റെ സഹായം ഈ പകലും ഇവിടെ വെളിപ്പെട്ട് വരുമ്പോൾ ഇന്ന് പകലും പല വിടുതലുകളും ഈ സഹായത്തെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജഡത്തിലും നിന്റെ ആത്മാവിനും നിന്റെ കുടുംബത്തിനും നിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഡെലിവറൻസ് കൈയെത്തുന്ന ദൂരത്തിൽ കേൾക്കുന്നവർ ശ്രദ്ധയോടെ കേൾക്കണം. ഭാവി സംബന്ധിച്ചോ, ജീവിതം സംബന്ധിച്ചോ, ഭൗതിക സംബന്ധിച്ചോ, ആത്മാവ് സംബന്ധിച്ചോ നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരുവരേ ഉള്ളൂ, അവൻ നസ്രയനായ യേശുവാണ്. ഇത് നിനക്ക് വെറുതെ ഉള്ളതല്ല, ഇത് കൃപയാലാണ്. ഇത് കാശുകൊണ്ട് കിട്ടുന്നതല്ല, ഇത് നിയമം അനുസരിച്ചത് കൊണ്ട് കിട്ടിയതല്ല, ഇത് കൃപയാൽ കിട്ടിയതാണ്. സൗജന്യമായി കിട്ടിയ ഒരു സഹായം, ആത്മാവിന്റെ സഹായം. ഞാൻ ഈ വിഷയം സംബന്ധിച്ച് നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് ബോധ്യപ്പെട്ടാൽ, നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ അവസ്ഥകൾ മാറി. പറയാം, വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ എന്റെ ക്ലാസ് എന്താണെന്നറിയോ? യേശുക്രിസ്തുവിന്റെ ആത്മാവിനാലുള്ള സഹായത്തെ കുറിച്ചുള്ള ഉറപ്പാണ് എന്റെ വിശ്വാസം. യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്തെ കുറിച്ചുള്ള ഉറപ്പ്, അതാണ് നിങ്ങളുടെ വിശ്വാസം. യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്തെ കുറിച്ചുള്ള ഈ ഇൻഫോർമേഷൻ വെളിപ്പാട് ഇന്ന് പകല് കിട്ടിയ ഇൻഫോർമേഷനാണ് ആർക്ക് കൊടുക്കുന്നത്? ദാവീദിന്റെ സന്തതി നിന്റെ അകത്ത് ജനിക്കാൻ പോകും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അബ്രഹാം വന്നപ്പോൾ അബ്രഹാമിനോട് പറയുന്നത്, അതേപോലെ അബ്രഹാമേ, ഞാൻ നിനക്കൊരു സന്തതിയെ തരാൻ പോവുകയാണ്. ആ സന്തതി എന്നത് നിന്നിലൂടെ അനുഗ്രഹിക്കുക. ആ സന്തതിയാണ് നീ അനുഗ്രഹിക്കപ്പെടേണ്ടതാ. ദാവീദിന്, വനാന്തരത്തിൽ കിടക്കുന്ന ദാവീദിന് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി അവതരിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പറയാനുള്ള കാര്യം, ഈശോയുടെ കുട്ടിയിൽ നിന്ന് ദാവീദിന്റെ സന്തതിയായി ഒരുവൻ പുറത്തു വരും. വിശാലമായിട്ട് ഈ വിഷയത്തെ അവതരിപ്പിക്കുന്ന കാര്യം, ഈ സഹായം ഇപ്പൊ വന്നതല്ല, ഈ ഇൻഫർമേഷൻ ഇപ്പൊ വന്നതല്ല. ഈ ഇൻഫർമേഷൻ അന്ന് ആദ്യം മുതൽ തുടങ്ങിയതാ. എന്തിനാ? ദൈവത്തിന് വേണ്ടത് അവന്റെ മകനെയാണ്. ദൈവത്തിന് വേണ്ടത് അവന്റെ മകനെയാണ്. ആദമിനെ നഷ്ടപ്പെട്ടപ്പോൾ ആ ദൈവത്തിന് നഷ്ടപ്പെട്ടത് ആദമിനെ അല്ല, ദൈവത്തിന്റെ മകനെയാണ്. ദൈവത്തിന്റെ മകനെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ആത്മാവിന്റെ സഹായം വേണം. അതുകൊണ്ട് അന്ന് മുതൽ ഈ ഇൻഫർമേഷൻ വന്നുകൊണ്ടേയിരിക്കുക. ഈ ആത്മാവിന്റെ സഹായത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, നിന്നെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പറയുന്നിടത്ത് ഒറ്റ പേരേ ഉള്ളൂ, അറിയോ? ആ ക്രൈസ്തുവിലൂടെ അനേകരെ പുറത്താക്കാൻ, ആ ക്രിസ്തുവിലൂടെ അനേകരെ പുറത്തെടുക്കണം. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പിൽ
പേര് നിനക്ക് പറയാൻ അവകാശമുണ്ടോ? നീ പുറത്തു. നിങ്ങളുടെ വീടിന്റെ സമ്പത്തോ നിങ്ങളുടെ ക്വാളിറ്റിയോ ധനമോ ഗുണമോ പാരമ്പര്യമോ ഒന്നുമില്ല. നിങ്ങൾ പ്രാപിച്ച ക്രിസ്തു എന്ന ഒറ്റ വ്യക്തിയാണ് നിങ്ങൾ പുറത്തു വന്നിരുന്നത്. നിങ്ങൾ പുറത്തു വരുന്നുള്ളതിന് ഒരേ ഒരു തെളിവേ ഉള്ളൂ, ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ. അത് നസ്രയനായ കർത്താവ് ഭൂമിയിൽ വന്നുള്ളൂ. അതുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ വന്നെങ്കിൽ അവനെ തടയാൻ ഈ ഭൂമിയിലെ സാമ്രാജ്യങ്ങൾക്കോ ഭരണഘടനകൾക്കോ ഈ ഭൂമിയിലെ ഒരു ശക്തിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും നിന്നെയും തകർക്കാനോ പുറത്ത് വരാതിരിക്കാനോ ആർക്കും കഴിയത്തില്ല. പൗലോസിനോട് പറയുന്നത് ഞാൻ കാരാഗ്രഹത്തിലാണ്. രണ്ട് രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം മരണത്തിലൂടെയാണ്. രണ്ട് കാരാഗ്രഹത്തിന്റെ വെളിയിലേക്ക്. പക്ഷെ ഈ രണ്ട് വിഷയത്തിനകത്ത് പുള്ളിക്ക് ഒരു പേടിയില്ല. കാരണം പുള്ളി എവിടെയായിരിക്കുന്നത്? ഇൻ ക്രൈസ്റ്റിനകത്തായിരിക്കുന്നത്. നീ എവിടെ ഇരിക്കുന്നത്? ഏതെങ്കിലും ഉത്തരം പറ. ഒന്നെങ്കിൽ ഇന്ത്യ ഭൂമിയിലാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ത്യയിലാണെന്ന് പറയാം, അല്ലെങ്കിൽ കേരളത്തിലാണെന്ന് പറയാം. ഇതാണ് നമ്മളെ ഇൻഫർമേഷൻ. സത്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ക്രിസ്തുവിനെവിടെയാ ആദമിനെ ദൈവം അവതരിപ്പിച്ചു. എവിടെയാണ്? ഏതെങ്കിലും അവതരിപ്പിച്ചു. അവൻ ജീവനുള്ള ദേഹി. അവന്റെ മൂന്നിൽ ശ്വാസം കൂടിയപ്പോൾ ജീവനുള്ള ദേഹിയായിരുന്നു. പാപമെന്ന ആയുധം കൊണ്ട് ആരെ തകർത്തിട്ടു? ആദമിന്റെ ജനറേഷനെ തകർത്തിട്ടു. ഇനി ഒന്നുകൊണ്ടും മനുഷ്യനെ തകർക്കാതിരിക്കാൻ ഒരു സേഫ് ആയ സ്ഥലത്താണ് നിങ്ങളെ ദൈവസിക്കുന്നത്. ആ സ്ഥലമാണ് ക്രൈസ്റ്റ്. നീ എവിടെയാണ്? നീ ക്രൈസ്റ്റിനകത്താണ്. ഞാൻ തിരിച്ചു പറയാൻ പോവാണ്. നീ ക്രൈസ്റ്റിനകത്താണ്. ആ ക്രൈസ്റ്റിന്റെ ആത്മാവ് നീ ഈ മൺകൂടാരത്തിനകത്ത് നീ ഇരിക്കുമ്പോൾ നീ എവിടെയാണ്? സഭയെ നീ ഭൂമിയിലാണ്. ഇവിടെയാണ് നിർത്തിയത്. നീ ഭൂമിയിലാണ്, നീ സ്വർഗത്തിലുമാണ്. കാരണം പരാജയപ്പെട്ടു. കുഴപ്പമില്ല. പക്ഷെ പരാജയപ്പെട്ട സ്ഥലത്തല്ല. ആദമിനെ ഏകനിട്ട് സാത്താൻ തോന്നിയതുപോലെ തോണ്ടാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല നീ പ്ലേസ് ആയിരിക്കുന്നതെന്നുള്ള നിന്റെ ബോധ്യം. ഇത് അറിഞ്ഞോണ്ട് നീ ഏതെങ്കിലും സ്ഥലത്ത് പോയി നിൽക്കുക. ഈ ബോധ്യം നിന്റെ അകത്ത് കയറിയാൽ നിന്നെ ആർക്കും തടയാൻ പറ്റത്തില്ല. മനസ്സിലാകത്തില്ല. വിശ്വസിക്കാൻ ഞാൻ 2 വാക്യങ്ങൾ വായിക്കാം. അതല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള സങ്കീർത്തനമായിരിക്കും 91 സങ്കീർത്തനം. അത് അതിന്റെ 9 വാക്യങ്ങൾ വായിക്കുന്നു. അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കി. നിങ്ങൾ എത്ര കാര്യം മനസ്സിലായി? നിങ്ങൾ അവനകത്താണ് വസിക്കുന്നത്. നമ്മൾ തിരിഞ്ഞു പോയി. നമ്മള് കർത്താവിനകത്തായി. നമ്മുടെ ഉള്ളിൽ കർത്താവാണെന്ന് പറഞ്ഞിരിക്കുക. യഥാർത്ഥ വെളുപ്പാണ് നീ കർത്താവിനകത്ത്. ഇത് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് വീട്ടിൽ പോയാൽ പല പരാജയങ്ങളും ഇറങ്ങി ഓടും. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുയേശുവിന്റെ ആത്മാവിന്റെ സഹായമാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ നീ ക്രിസ്തുയേശുവിന്റെ ആത്മാവിനകത്താണെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. ഇതിനകത്ത് പറയാൻ പോകുന്ന വേടിനകത്ത് അത് ഇറങ്ങി ഓടും. അത് മുട്ടുവേദനയാണെങ്കിലും തലവേദനയാണെങ്കിലും അകത്ത് കത്തിവെക്കേണ്ട പ്രശ്നമാണെങ്കിലും നിനക്ക് അവിടെ ഇനി ഇരിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ എന്നെ ആക്കി തീർത്ത ആത്മാവിന്റെ സഹായത്തെ കുറിച്ച് ഞാൻ ബോധ്യപ്പെടുകയാണ്. ഞാൻ എവിടെയാ ഇരിക്കുന്നത്? ക്രിസ്തു എന്ന വാസസ്ഥലത്തായിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനകത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാതിരിക്കാൻ തിരിച്ചൊക്കെ എഴുതി വെച്ചേക്കുന്നത് നിന്റെ എന്നൊക്കെ പോയപ്പോ നമ്മൾ ഇത് എന്നെ കുറിച്ചാണോ പറഞ്ഞ്
അതോ കർത്താവിനെ കുറിച്ചാണോ പറഞ്ഞേക്കുന്നത് എന്നൊക്കെ ചിന്താക്കുഴപ്പമാണ് ഒരു ട്രാൻസ്ലേഷനകത്ത് കിടക്കുന്നത്. അതെ കാരണം ദൈവം നിങ്ങളുടെ സങ്കേതമാണ്. ദൈവം എന്ന് പറഞ്ഞ ദൈവം നിങ്ങളുടെ സങ്കേതമാകുന്നു. അത്യുന്നതനായ ദൈവം നിങ്ങളുടെ സ്വന്തം ഭവനമാണ്. അത്യുന്നതനായ ദൈവം നിങ്ങളുടെ സ്വന്തം ഭവനമാകുന്നു. എത്ര പേർക്ക് ആ ദൂതിന്റെ ആഴം കയറും. ഇതെന്റെ അകത്തിൽ നിനക്ക് എത്തിയപ്പോ ഞാൻ 4 അടി പൊക്കത്തിലാണ് ചാടി ആരാധിച്ചത്. ആമേൻ. നീ എവിടെയാ ഇരിക്കുന്നേ? ഈ മൺകൂടാരത്തിൽ കയറിയപ്പോഴാണ് നീ പുഴുവാണെന്ന് പറഞ്ഞേ, ഏഴയാണെന്ന് പറഞ്ഞേ. ഒരു പുഴുവിനും ഒരേഴയ്ക്കും സൂചിക്കകത്തൊരു പുറത്തു പോകാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ സൂചിയുടെ തുള വലുതാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ആ തുള വലുതാക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ദൈവമാകൊണ്ട് അതിന്റെ തുള വലുതാകില്ല. ഹല്ലേലൂയ. അതിന് അകത്തൂടെ പോകണമെങ്കിൽ നീ കാറ്റാകണം. എന്താകണം? കാറ്റാകണമെങ്കിൽ ഈ സഹായം നിനക്ക് ആവശ്യമാണ്. നിന്നെ എവിടെയാക്കിയേക്കുക? ഞാൻ ഇന്ന് രാവിലെ അതിനെ എഴുത്തരും. നീ എന്ന ആത്മാവ് മരിച്ചു കിടന്ന സ്ഥലത്ത് വന്ന് യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ ഉയർപ്പിച്ചു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവും ഇപ്പോൾ ഈ മൺകൂടാരത്തിനകത്ത് ഒരുമിച്ചിരിക്കുക. അതുകൊണ്ട് പത്രോസിനോട് പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആമേൻ. അപ്പൊ അതിനകത്ത് ഒരു ഇന്നർ സർക്കിളിൽ മറ്റൊരു ഭവനത്തെ പറ്റി പറയുന്നു. ആ ഭവനം എന്ന് പറയുന്നത് ദൈവമാണ്. അതുകൊണ്ടാ പറഞ്ഞത്, ഇനി ആദമിനെ തോണ്ടി ചാടിച്ചതുപോലെ ഹല്ലേലൂയ നിന്നെ തോണ്ടാൻ പറ്റാത്ത രീതിയിൽ ഒരു സേഫായ സ്ഥലത്താണ് കർത്താവ് നിന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് സഭ അറിയണം. ആമേൻ. ഹല്ലേലൂയ. സഭയെ ഭൂമിയിൽ ഇട്ടേച്ച് യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ ദൂതല്ല ഞാനിവിടെ പറയുന്നത്. അവന്റെ ഉള്ളിലാക്കി നിന്നെ വെച്ചിരിക്കുക. ഒരു വെളിപ്പാട് നിന്റെ അകത്ത് കിട്ടിയാൽ നീ ആള് മാറും. നീ ആള് മാറും. സത്യത്തിൽ നമ്മൾ കരങ്ങളിലേക്കല്ല, അവന്റെ ഉള്ളിലായിരിക്കുന്നേ. ഇന്ന് പകല് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഈ ദൂതിനെ സ്വീകരിക്കണം. അവനെന്ന ഭവനത്തിനകത്ത് നീ സുരക്ഷിതനായതുകൊണ്ട് ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. ഇന്ന് പകല് ഞാനിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവനെന്ന സുരക്ഷിതമായ പ്ലേസിൽ നിൽക്കുന്നത് കൊണ്ട് നിന്റെ വീടിനകത്ത് കയറിയ ബാധ ഇപ്പോൾ നിന്നെ വിട്ട് ഓടിപ്പോകും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ഒരനർത്ഥവും. ഇങ്ങനെ പറയണം, ഞാൻ എവിടെയാണ്? ഞാൻ ക്രിസ്തുവിനകത്തായതുകൊണ്ട്. ഞാൻ ഭൂമിയിലാണെന്ന് പറഞ്ഞാൽ നിനക്ക് അനർത്ഥം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നീ ശരീരത്തിലാണെന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നീ പറയേണ്ട ഒരു കാര്യം, ഞാൻ ഭൂമിയിലുമല്ല, ഞാൻ ഹല്ലേലൂയ ജഡത്തിലുമല്ല, ഞാൻ ക്രിസ്തുവിനകത്താകയാൽ ഹല്ലേലൂയ ഒരനർത്ഥവും ഒന്ന് പറയ സഭയായിരുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. എല്ലാ അനർത്ഥങ്ങളെയും ഞാൻ ആത്മാവിശ്വാസിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ അനർത്ഥങ്ങളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും ഒന്ന് പറ, ഒരു ബാധയും നിന്റെ കൂടാരത്തിനകത്ത്. ഹല്ലേലൂയ. കൂടാരം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ കൂടാരമല്ല, നിന്റെ കൂടാരത്തിനകത്ത്. ഹല്ലേലൂയ. ആ വെളിപ്പാടുണ്ടെങ്കിൽ ആ കൂടാരത്തിനകത്ത് ഒരു ബാധയും കയറി വരത്തില്ല. ഈ പകല് നീ അനുഭവിക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യം നിന്റെ ഭൗതികത്തിലേക്ക് ഒഴുകും. ഇന്ന് വീട്ടിലിരിക്കാതെ ഇത് കേൾക്കാൻ വേണ്ടിയാ ദൈവം ഇതിനകത്ത് വിളിച്ചുകൊണ്ട് വന്നേ. അതുകൊണ്ട് നിന്റെ കൂടാരമെന്ന നിന്റെ ശരീരത്തിനകത്തെ രോഗത്തോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്നെ വിട്ടു പോകണം. കൊടഞ്ഞ് കളഞ്ഞ് എഴുന്നേറ്റ് ഓടിക്കോണം.
ഹല്ലേലൂയ. രക്തസ്രാവക്കാരി സ്ത്രീ യേശു എന്ന വ്യക്തിപ്രഭയെ കണ്ട് സൗഖ്യം പ്രാപിക്കുന്നത് പോലെ നിന്റെ കയ്യിലെയും കാലിനകത്തേക്ക് കയറി വന്ന രോഗാത്മാവിനോട് ഇന്ന് നീ പറയണം, ഞാൻ ഇരിക്കുന്നത് എൻ്റെ പ്രാണപ്രിയനായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനകത്താകൊണ്ട് നിനക്ക് എൻ്റെ മേൽ, എൻ്റെ ശരീരത്തിന് മേൽ ഒരവകാശമില്ല. സഹോദരി, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഹല്ലേലൂയ. നീ ഒരു രോഗിയാണെന്നും നിന്റെ ശരീരത്തിന്റെ മേൽ രോഗത്തിന് വാഴാൻ പറ്റുന്ന ശരീരത്തിലാണെന്നും നിന്നെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ തെറ്റിപ്പോയി. നീ ക്രിസ്തുവിന്റെ അകത്താണ്. നീ ക്രിസ്തുവിനകത്താണ്. നിന്റെ അകത്തെ ക്രിസ്തു നിന്റെ ആത്മാവിന്റെ, അവന്റെ ആത്മാവിന്റെ സഹായത്താൽ നീ ഇന്ന് രക്ഷ പ്രാപിച്ചിരിക്കും. എനിക്കറിയാം, ഇന്ന് ഈ നിമിഷം രോഗാത്മാക്കൾ ഇറങ്ങി ഓടുന്നുണ്ട്. ഈ വെളിപ്പാടിന്റെ മുമ്പിൽ, ഈ യാഥാർത്ഥ്യ ബോധത്തിന്റെ മുമ്പിൽ അത് അഴിയാത്തതൊന്നുമില്ല. നിന്റെ കാലിലെ മന്താണെങ്കിലും തലയിലെ രോമത്തിനകത്തെ പ്രശ്നമാണെങ്കിലും ഇന്ന് കർത്താവ് അതിനെ അഴിച്ചു മാറ്റിയിരിക്കും. സാത്താന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനേ പറ്റുള്ളൂ, നിന്റെ യാഥാർത്ഥ്യത്തെ കളയാൻ പറ്റത്തില്ല. നീ ആരാണെന്നും നീ എന്താണെന്നും നീ അറിഞ്ഞാൽ, ഹല്ലേലൂയ, നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞാൽ അവിടെ നിന്നുള്ള സഹായം നിന്നിലേക്ക് എത്തും. ഇതുപോലെ സേഫായ ഒരു സ്ഥലം. ആമേൻ, ഹല്ലേലൂയ. പൗലോസിന് അറിയാവുന്നൊരു കാര്യമാണല്ലോ, എനിക്ക് ഇച്ചിരി കുഴപ്പമുള്ളത് ഈ ശരീരത്തിനകത്ത്, അതുകൂടെ വിട്ടാൽ ഐ ആം സേഫ്. ഞാൻ എവിടായി? ഞാൻ ക്രിസ്തുവിൻ്റെ അകത്ത്, ഹല്ലേലൂയ, ഞാൻ വളരെ സേഫ് ആകുകയാണ്. ഹല്ലേലൂയ. എന്ന് പകരം ഈ പ്രത്യാശയുള്ള, ഈ വിശ്വാസമുള്ള ദൈവമക്കളോട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ഇത് ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ ഇവിടുത്തെ കാര്യമാണ് ഈ 91 സങ്കീർത്തനത്തിനകത്ത് പറയുന്നത്. അടുത്ത വേറെ ഭാഗത്ത് ഞാൻ പറയാം. ഹല്ലേലൂയ. അതിന്റെ 9-ാം വാക്യമാണ് നീ വായിച്ചത്. ഹല്ലേലൂയ. നീ അത്യുന്നതനെ നിന്റെ ഭവനമാക്കിയിരിക്കുന്നു. നിന്റെ ഭവനം ആരാണ് എന്ന് പറഞ്ഞ, ഞാൻ എവിടെയാണ്? 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു. അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ആമേൻ. ഒരു കെണിക്കകത്ത് നീ വിട്ടുപോകത്തില്ല. അത് മനുഷ്യനിട്ടാലും സാത്താനിട്ടാലും ആ വല പൊട്ടിക്കാൻ കഴിയുന്ന സേഫ് പ്ലേസിൽ യു ആർ സെറ്റ്. ഹല്ലേലൂയ. എന്നെ വെളിപ്പാടാണ് സങ്കീർത്തനക്കാരന്റെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ എനിക്ക് കയറിയത് എങ്ങനെയാണെന്നറിയോ? ഈ കഴിഞ്ഞ എൻ്റെ അനയാമോള്, അവൾക്ക് 6 വയസ്സ് കഴിഞ്ഞ്, അവക്ക് കഴിഞ്ഞ ദിവസം 1 മാസത്തിന് മുമ്പ് ഞാൻ ആസാമിൽ പോയപ്പം എന്തോ ഒരു ചെറിയ പേടി തോന്നി. അപ്പൊ അവളുടെ അമ്മ പറഞ്ഞു കൊടുത്തു, 91 സങ്കീർത്തനം വായിച്ചാൽ മതി, പിന്നെ പേടിക്കത്തില്ലെന്ന്. എല്ലാ ദിവസവും ഇവള് വായിച്ച് ഇത് കാണപ്പെടായി. ഇപ്പൊ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോ ഇവള്, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഓർത്തില്ലല്ലോ, ഓടി വന്നിട്ട് ബൈബിൾ എടുക്കും. ഇത് പെട്ടെന്ന് എത്തും, ഇവിടെ എത്തും, മറിച്ച് അറിയാം. എന്നിട്ട് പായുവാണ്, നോക്കി വായിക്കും. ഇതിനിടയ്ക്ക് പറഞ്ഞു പോകാൻ നേരത്ത് പരിശുദ്ധാത്മാവ് ചില വാക്കുകൾ എൻ്റെ അകത്തേക്ക് കുത്തി കയറ്റാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ വചനത്തിന് സംസാരിക്കാൻ പറ്റുമല്ലേ? ബൈബിൾ കോളേജ് പഠിച്ചിട്ട്, CTH പഠിച്ച്, BTH പഠിച്ച്, MDV പഠിച്ചിട്ട്, വേറിട്ട് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ട്, ഞാൻ തന്നെ പ്രബോധിപ്പിച്ചിട്ട്, എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഒന്നും അറിയാൻ മേലാത്ത എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എന്നെ പഠിപ്പിച്ച ദൈവത്തിന്. Hallelujah. Hallelujah. You are in safe zone. You are in safe zone. Hallelujah. രോഗം കയറി വരാൻ നേരത്ത് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ എവിടെയായിരിക്കുന്നത് നിനക്കറിയാവോ? അപ്പൊ അതങ്ങനെ ചോദിക്കുന്നേ. യേശു ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു പടകിനകത്ത് ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പറഞ്ഞു വിടുമ്പോൾ, ഈ പടകിലൂടെ അവര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കടലിന്റെ സ്വഭാവം അങ്ങ് മാറി.
കടലിന്റെ സ്വഭാവം മാറി. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. വലിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഒറ്റ വാക്ക്, ഒറ്റ വിചാരം, ശബ്ദത്തിൽ വിളിക്കുക, നാഥ, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നത് കൊണ്ട് നിനക്ക്. യേശു എഴുന്നേറ്റിട്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുന്നവരോട് പറയാണ്, തിരമാലയെ നീ അടങ്ങ്. നീ എവിടെ? കാറ്റെ നീ അടങ്ങ്. കാറ്റിനോട് പറയാ അടങ്ങാൻ. തിരമാലയോട് പറയാണ് ഇനി നീ അനങ്ങരുത്. ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ ഇതിനോട് സംസാരിക്കാൻ കഴിയുന്ന ഒരുവനാണ്. ആ ബോധ്യം ഉണ്ടാകണം. ഹല്ലേലൂയ. ആ ബോധ്യം ഉണ്ടാകണം. ഞാനത് ആ വിശ്വാസത്തെക്കുറിച്ച് ഒരു ഡെഫിനേഷൻ പറഞ്ഞല്ലോ. ആ ആത്മാവിനെ കുറിച്ച്, ആത്മാവിന്റെ സഹായത്തെക്കുറിച്ചുള്ള ഉറപ്പാണ് നിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഇത് പ്രകടിപ്പിക്കാൻ ഒരുത്തൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 9-ാം വാക്യത്തിന്റെ താഴെ 1-2 വാക്യോടെ വായിച്ച് അതിൽ 1-2 വിടുതലുകൾ മറഞ്ഞിരിക്കുന്നു. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ഈ ട്രാൻസ്ലേഷനകത്താണ് ഇച്ചിരി കുഴപ്പം. നമുക്ക് ബാക്കിയുള്ള ട്രാൻസ്ലേഷൻ പോയി നിന്ന് തുള്ളാൻ പറ്റുന്ന സാധനം അതിനകത്ത് കിടപ്പുണ്ട്. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ അവൻ ദൂതന്മാരോട് കൽപ്പിക്കും. ഒരു വഴിയല്ല, എല്ലാ വഴികളും. എല്ലാ വഴി. ആമേൻ, ആമേൻ. ഒരു വഴിയല്ല, എല്ലാ വഴി. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ വഴിയൊക്കെ തുറന്നോളൂ. ആമേൻ. അത് പറ. ഇത് നിങ്ങൾക്ക് ഏറ്റുപറയാൻ സമ്മതിക്കരുത്. ഒരു വഴിയല്ല, എല്ലാ വഴിയും എന്റെ ദൈവത്തിന് തുറക്കാൻ അറിയാം. എന്തെങ്കിലും ആകട്ടെ. ഹല്ലേലൂയ. 7 വഴി അழைച്ചാലും നിനക്ക് പുതുവഴി തുറക്കും. ഓ, ആത്മാവിൽ പറ, ആത്മാവിൽ പറ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ നിന്നെ ഒന്നും അല്ലാതാക്കിയാലും നിന്റെ അകത്തൊരാളുണ്ട്. അല്ല, നീ അവന്റെ അകത്താണ്. ഹല്ലേലൂയ. ഇന്ന് പകല് പ്രത്യാശയുള്ള ദൈവമക്കളോട് പറയുന്നു, നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയാവുന്നൊരു സ്ഥലത്താക്കിയേക്കുന്ന കാരണം പറഞ്ഞേ, എന്റെ എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടതിന്. ചില കാര്യങ്ങളൊന്നും നമ്മൾ വെറുതെ ഇരുന്നാൽ മതി. ദൂതന്റെ കയ്യില പരിപാടി മൊത്തവും. എവിടെ അറിയില്ല, ദൂതന്റെ കയ്യിലാണ്. അവൻ ചെയ്തോളും. പക്ഷെ നിങ്ങൾക്ക് ഈ ബോധ്യം ഉണ്ടായിരിക്കണം, ഞാൻ എവിടെയായിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇനി നിങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരു ശാപവാക്ക് പറയരുത്. ആവശ്യമില്ലാത്തതൊന്നും കെട്ടി തലേ കയറ്റരുത്. ഞാൻ ഈ സാധാരണ കെട്ടും പോരും ബന്ധനവും പറയാത്ത ഒരാളാണ്. അതിന്റെ പിന്നിലൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ, ഇസ്രയേൽ ഒരു ആഭിചാരം വലിക്കത്തില്ല. വലിക്കോ ഇല്ലയോ? ഒന്ന് പറഞ്ഞ ഇസ്രയേലിന് നിങ്ങൾക്കെന്താ? അവർ ഇസ്രയേൽ അല്ലേ? നിങ്ങൾക്കെന്താ? അവരല്ല, ഞാനാ ഇസ്രയേൽ എന്ന് പറയണം. പറഞ്ഞ ഇസ്രയേൽ ഞാനാണ്. അറിയാം, അവകാശം വന്നത് ജഡപ്രകാരമല്ല, ആത്മാവിനാലാണ്. അങ്ങനെ ആത്മാവിനാൽ ജഡപ്രകാരം അവർ ഇസ്രയേല്, ആത്മപ്രകാരം നമ്മൾ ഇസ്രയേല്. അതുകൊണ്ട് ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ വരാൻ പാടില്ല. ഒരു ആഭിചാരവും നിനക്ക് ഇനി എന്തേലും ഭരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരേ ഒരു കാരണമുള്ളൂ, നീ ഈ സ്പിരിച്വൽ കൺട്രോൾ വിട്ട് പുറത്തു പോയി. എവിടെ പോയി? അകത്ത് വരിക എന്നുള്ളത് വേറെ പരിപാടിയില്ല. ചിലര് പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ കർത്താവുമായിട്ട് ഒത്തിരി അടുത്തപ്പോ എനിക്ക് ബന്ധനം കൂടി വന്നു. ചൂരലെടുത്തടിക്കണം. അത് ഈ വെളിപ്പാടില്ലാത്തത് കൊണ്ടാ. എന്താ? ഞാൻ എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള ബോധ്യമില്ലാത്തത്. ഞാൻ ജഡത്തിന്റെ കാര്യമല്ലേ പറഞ്ഞു വരുന്നത് മൊത്തം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പാടിയ രണ്ടാമത്തെ പാട്ടിങ്ങനെയായിരുന്നു, ഭാവിയല്ല അവന്റെ കയ്യിൽ. പാടിക്കേ. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. ഈ പാട്ടുകളൊക്കെ ഞാനിതിവിടെ പ്രസംഗിക്കണം എന്നുള്ള കൺഫർമേഷൻ എൻ്റെ അകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടും.
എൻ്റെ ഭാവി അവൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. നിന്റെ എല്ലാ വഴികളിലും മോനച്ച എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ഒരു ട്രാൻസ്ലേഷനകത്ത് കിടക്കുകയാണ്, ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. ദൂതന്മാർക്ക് ആ വചനം കൊടുത്തിട്ടുണ്ടെന്ന. ദൂതന് വചനം കിട്ടാതെ ദൂതൻ ഒന്നും ചെയ്യൂല. പലതും അടഞ്ഞു കിടക്കുന്നതിന്റെ പിന്നിലെ കാര്യം നിങ്ങൾക്ക് ബോധ്യമില്ല, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് ബോധ്യമില്ല സഭ എവിടെയാണെന്ന്. ബോധ്യം ഇല്ല. അതുകൊണ്ട് തന്നെ ദൂതന് പണിയില്ലാതെ പുള്ളി വളരെയധികം മുഷിച്ചിരിക്കും. ഞാൻ പറയുന്നു, നിങ്ങളുടെ ദൂതൻ ഇനി വിശ്രമിക്കാൻ സമയം കൊടുക്കാത്ത രീതിയിൽ ഓടിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ ഒരു ആത്മ പുരോഗതിക്കകത്തേക്ക് വരട്ടെ. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ആമേൻ. ഇത് പറയാൻ പറ്റുമോ? നീ വീണാ പോലും നിനക്കൊന്നും പറ്റാത്ത രീതിയിൽ സുരക്ഷിതമാണ് നീ. ചാടാൻ നിൽക്കരുത്. സാത്താൻ പറഞ്ഞ പോലെ അതേ കണ്ട ഗോപുരത്തിന് മേളിക്കരുത്, താഴോട്ട് ചാടരുത്. എന്നാ ചാടാന്ന് വിചാരിക്കരുത്. അതൊരു സാഹസമാണ്. നിന്റെ വായി നിന്റെ ദേഹത്തിന് പാപ കാരണമാകരുത്. ദേഹത്തിന് പാപ കാരണം ആകരുത്. 1-2 വാക്യം മുന്നോട്ട് കയറി വായിച്ചേ. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്ക. നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപ കാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ചുമ്മാ ഇരുന്നുണ്ട് ജൽപ്പരത്തോടെ വിടുവായി പറയരുത്. നീ എവിടെ ഇരിക്കുന്ന? ദൈവത്തിന്റെ സന്നിധിയിലാണ്. അവിടെ ആ വെളിപ്പാടുണ്ട്. നീ എവിടെ ഇരിക്കുന്നത്? ഇൻ ക്രൈസ്റ്റിനകത്താണ്. ആ ക്വാളിറ്റിയിലുള്ള ശബ്ദമേ നിന്നിൽ നിന്ന് വരാവുള്ളൂ. ഏഴയാന്നും പുഴുവാന്ന് പോലും പറയരുത്. ദൈവത്തിന്റെ മകൻ എന്ന ക്വാളിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരു ക്വാളിറ്റിയും കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടില്ല. ഒരു താഴ്ചയും ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ല. ദൈവത്തിന് വേണ്ടത് അവന്റെ മകനെ ആയിരുന്നു. ദൈവത്തിന് ആദാമിൽ നഷ്ടപ്പെട്ടത് അവന്റെ മകനാണെങ്കിൽ സകല ജാതിയിലേക്ക് ജഡമായി പോയതിനെ അവൻ തിരിച്ചു പിടിക്കുകയാണ്. ഈ ആത്മാവിന്റെ സഹായത്താൽ തിരിച്ചു പിടിക്കുക. അതുകൊണ്ട് ദൈവത്തിന് നിങ്ങളെ വേണ്ടത് പുഴുവായിട്ടല്ല. ദൈവത്തിന് നിങ്ങളെ വേണ്ടത് കൃമിയായിട്ടല്ല. ദൈവത്തിന് നിന്നെ സ്വന്തം മകനായി വേണം. ആമേൻ, ആമേൻ. ഒന്നുകൂടെ പറഞ്ഞ, എൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് തന്റെ ദൂതന്മാരോട് നീ സിംഹത്തിന്മേലും അണലിമേലും ഒന്ന് പറഞ്ഞു. ആത്മാവിന് പറഞ്ഞോണം. ഇത് അധികാരമുള്ളവരൊക്കെ പറഞ്ഞോണം. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. തൊട്ടൊന്ന് വായിച്ചിടാം. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ അവന് ഉത്തരം വരും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. പണ്ടൊക്കെ എനിക്ക് തോന്നിയിട്ടിരുന്നത് കഷ്ടകാലത്ത് യേശു എന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. കഷ്ടകാലം എന്നൊക്കെ പറയുന്നത് കൊണ്ടാ. സങ്കീർത്തനക്കാരൻ പറയാണ്, എന്റെ കൂടെ ആകെ ഉള്ള ഒരാളെ ഉള്ളായിരിക്കും, അത് യേശു ആയിരിക്കും. മനുഷ്യൻ കാണത്തില്ല. ഇത് കഷ്ടകാലാണെന്ന് നിനക്ക് തോന്നുന്നതാണ്. അപ്പൊ ആരാ? അപ്പോഴും യേശു ആയിരിക്കും. ഹല്ലേലൂയ. ഇനി 9-ാം വാക്യത്തിന് മുമ്പ് ഒരു വാക്കുണ്ട്. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. ഇതറിയാവോ നിങ്ങൾക്ക്? സങ്കേത നഗരങ്ങളെ പറ്റി അറിയാവോ? 6 നഗരങ്ങളുണ്ട്, സങ്കേത നഗരങ്ങളുണ്ട്. യേശുക്രിസ്തുവിന് നിഴലാണ്. പഴയ നിയമത്തിൽ നിൽക്കുന്ന ജനം അറിയാതൊരു പാപം ചെയ്താൽ, ഒരുത്തനെ കൊന്നാൽ, ഇത് പോയി നാളെ അത് ചെയ്തിട്ട് ഓടി ഒന്നും തന്നെ പിടിക്കരുത്, ഇത് പഴയ നിയമത്തിലെ കാര്യമാണ്. ഹല്ലേലൂയ. കൊന്നാൽ ഇവനെന്നാ ചെയ്യണം? ഓടിക്കോണോ? ഇതിനു മുമ്പ് ഒരു കാര്യം പറയാം, അല്ല വിഷയമാണ്. ഈ കയ്യിന്
കയ്യൻ ആരെയാ കൊന്നെ? തൻ്റെ അനുജനായ ഹാബേലിനെ കൊന്നിട്ട് ആരും അറിയാത്ത രീതിയിൽ നിൽക്കുകയാണ്. ദൈവം വന്ന് തോണ്ടി ചോദിക്കുകയാണ്, നിന്റെ സഹോദരൻ? പിന്നെ എന്നോടാണ് ചോദിക്കുന്നത്? എന്നോട് ഞാൻ എന്നെ അറിയാനാ? ഒരുമിച്ച് ആരാധിക്കാൻ പോയെന്നൊക്കെ ഉള്ള നേരാണ്, ഞാൻ അവനെ കണ്ടിട്ടില്ല. നീ ആരാധനയിൽ എൻ്റെ ആരാധനയിൽ പ്രസാദിക്കാത്തത് കൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റ് പോയി. നീ അവനായിട്ട് അവിടെ വർത്താനം പറഞ്ഞു നിന്നല്ലേ? അപ്പൊ ദൈവം പറയും, അവന്റെ ആത്മാവ് ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു. ഇതിന് ശേഷം ഞാൻ ഇത് പറഞ്ഞു നിന്നാൽ അവിടെ നിൽക്കും. ഇതിന് ശേഷം കയ്യിനെ ആരെയും കൊല്ലാതിരിക്കേണ്ടതിന് കയ്യിനോട് അതാരെങ്കിലും ചെയ്താൽ എന്താ? 7 ഇരട്ടി അവനോട് ചെയ്യുമെന്ന രീതിയിൽ ഒരു നിയമം അവിടെ വെച്ചു. ആ നിയമത്തിന്റെ കാഠിന്യത വെളിപ്പെട്ടു വരികയാണ്. ന്യായപ്രമാണത്തിലൂടെ റിവീലായി പുറത്തു വന്നുകൊണ്ടിരിക്കും. ആ നിയമത്തിൽ അനുസരിക്കുന്നവനെ കുറിച്ച് അതുകൂടെ ഒന്ന് പറഞ്ഞു പോകാം അല്ലെ. നിയമത്തിൽ അനുസരിക്കുന്നവനെ കുറിച്ച് പറയാണ്, ഇതാരേലും തെറ്റിച്ചാൽ 4 തലമുറ വരെ അവന്റെ പാരമ്പര്യത്തിൽ, അവന്റെ തലമുറകളിൽ ഈ ശാപം വെളിപ്പെടും. അതിന്റെ താഴെ ഒരു വാക്യമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് പറയാൻ വേണ്ടിയാണ്, അത് പറയാനല്ല, ഇത് വന്നപ്പോൾ ഇടയ്ക്ക് കയറി പറയാണ്, ആരെങ്കിലും അനുസരിച്ചാൽ 1000 തലമുറയുടെ മേൽ ആ നന്മ ഒഴുകും. ഇതൊക്കെ വേറെ പറയണോ? ഹല്ലേലൂയ. ആദം തെറ്റിച്ചപ്പോൾ തലമുറകളിലേക്ക് ഒഴുകിയ ശാപത്തിന്റെ ഒഴുക്കിനെ തടയാൻ ഒരു അബ്രഹാം പരിമിതിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ 1000 തലമുറകളിലേക്ക് ഒഴുകുന്ന ദൈവപ്രവൃത്തിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ണടച്ചും കണ്ണ് തുറന്നും ദൈവത്തെ വിറുവിറുത്തിട്ടും ദൈവം ആ കണ്ണടച്ചിട്ട് അവനെ സഹിച്ചത് എന്നാന്ന് ചോദിച്ചാൽ അബ്രഹാം ഇതിനനുസരിച്ചുകൊണ്ടാ. അനുസരണക്കേടിനെ കൂട്ടുപിടിക്കുകയല്ല ഞാൻ ഇന്ന്. ഹല്ലേലൂയ. ഇത് യഥാർത്ഥമായി കേട്ടാ, ഞാൻ ഇതൊന്നും പറയാൻ വന്നല്ല. ഇങ്ങനെ ആരെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു അപാകത ചെയ്താൽ അവനൊരു സേഫ് സോൾ ഒരുക്കിയിട്ടുണ്ട്, സേഫ് പ്ലേസ്. ഈ ഗോത്രങ്ങളുടെ അനുസരിച്ച് ഒരു 6 ഇതൊന്നും പറയാൻ വന്നൊന്നുമല്ല, 6 സങ്കേത നഗരങ്ങൾ ഓടി അതിനകത്ത് കയറിയാൽ ഇവൻ മരണയോഗ്യനാണെങ്കിൽ പോലും ഇവന്റെ മേൽ കൈവെക്കാൻ ഒരുത്തനും അവകാശമില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരിക്കൽ പ്രസംഗിക്കാം. ഇത് കാണിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. മരണയോഗ്യനായ നിന്നെ ഓടിച്ച് കയറ്റിയത് ക്രിസ്തുയേശുവിനകത്തേക്കാണ്, അവന്റെ ആത്മാവിന്റെ സഹായം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത്, യഹോവേ നീ എന്റെ സങ്കേതമാണ്. മരണയോഗ്യനായിരുന്ന എന്നെ നിന്റെ സങ്കേതമാക്കി, നീ എന്ന വാസസ്ഥലത്തിനകത്തേക്ക് എന്നെ ആക്കി തീർത്തു. ഇതിൽ വലിയൊരു സേഫ് പ്ലേസ് നിങ്ങൾക്ക് കിട്ടാനില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സഭയൊരിക്കലും തളരത്തില്ല, സഭയൊരിക്കലും തകർത്തുമില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച സിസ്റ്റമൊക്കെ തകരുമായിരിക്കും, നമ്മൾ ഉണ്ടാക്കി വെച്ച സംഘടനയൊക്കെ തകരുമായിരിക്കും, നമ്മൾ ഉണ്ടാക്കി വെച്ച പക്ഷെ സഭ തകരത്തില്ല. ആത്മാവിൽ പറ. കാരണം ഈ സിസ്റ്റത്തിനകത്തൂടെ അല്ല സഭ ഹല്ലേലൂയ മുന്നോട്ട് ആക്സസ് ആകുന്നത്, അത് ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലാണ്. അതിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് വന്നിട്ടുള്ളൂ. എങ്കിലും ഞാൻ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയ്ക്കകത്ത വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാം, അടുത്ത ആഴ്ച പ്രസംഗിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥന എഫെസി ലേഖനത്തിലെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഹല്ലേലൂയ 16 മുതൽ തുടങ്ങുമ്പോഴാണ്, പിതാവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാകേണ്ടതിന് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് വായിച്ചു വരുമ്പോൾ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി തുറക്കണമെന്നും നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണം. അടുത്തതാണ് നമ്മുടെ പോയിന്റ്. വിശുദ്ധന്മാരിൽ അവകാശത്തിന്റെ മഹിമാതനം. വിശുദ്ധന്മാരുടെ അവകാശം പുത്രത്വം. ഒന്ന് പറഞ്ഞ്, വിശുദ്ധന്മാരുടെ അവകാശം പുത്രത്വം.
അവകാശത്തിന്റെ മഹിമാധനം ക്രിസ്തു. ഓ, എത്ര പേർക്ക് കിട്ടി? എത്ര പേർക്ക് മനസ്സിലായി? ഓ, ഇത് മനസ്സിലാകുന്നില്ല. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ. ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്താണ്? ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മത്തിന്റെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആ മഹിമാധനം എന്ന് പറയുന്നത് ഈ മർമ്മത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചേക്കുന്ന മഹിമാധനം. കൊലോസി സഭയോട് പറയാണ്, സഭയെ, നിങ്ങൾ ഭൂമിയിൽ നിൽക്കുകയാണിപ്പോൾ. നിന്നെ സ്വർഗത്തിലിരുത്തി ഭൂമിയിൽ നിൽക്കുകയാണ്. നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ ഉള്ളിൽ ഒരു മഹിമാധനം ഇരിപ്പുണ്ട്. സത്യത്തിൽ ഈ വെളിപ്പാട് നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ്? മഹിമാധനം എന്ന ക്രിസ്തുവിന്റെ ഉള്ളിൽ നമ്മൾ. ആമേൻ. ഇത് മനസ്സിലാകുന്നവർ ഇനി മുതൽ ബൈബിൾ വായിച്ചാൽ ബോംബ് പൊട്ടും. നിങ്ങളുടെ വായനയ്ക്കകത്ത് ബോംബുകൾ പൊട്ടും, വിടുതലുകൾ ഇങ്ങനെ ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ നിങ്ങളിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ അവകാശം എന്താണ്? പുത്രത്വം. അത് നിമിത്തം എന്നാണ് ആ പ്രാർത്ഥന തുടങ്ങുന്നത്. അത് നിമിത്തം, അങ്ങനെയാണോ? അത് നിമിത്തം. 16-ാം വാക്യം, ആദ്യ നിമിത്തം. ഏത് നിമിത്തം എന്ന വാക്ക് ഞാൻ നേരത്തെ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ള എന്താണ്? അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ നിന്നെ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. അഥവാ നീ ഒരു സേഫായ സോണിലേക്കായി. എന്നിട്ട് സഭയോട് പറയാണ്, നീ ഒരു സേഫായ സോണിലേക്കായി എന്നതുകൊണ്ട് ഞാൻ, പൗലോസ് എന്ന ഞാൻ ജനിപ്പിച്ച സഭയാകുന്ന എഫെസോസിനകത്ത് വിശുദ്ധന്മാരിൽ തമ്മിൽ സ്നേഹവും യേശുക്രിസ്തുവിനോട് വിശ്വാസമുള്ളത് കൊണ്ട് എനിക്ക് നിങ്ങളെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. അത് നിങ്ങൾ ആദ്യകാലം മുതൽ, ആദാം എപ്പോഴാണോ വീണേ അന്ന് മുതൽ എൻ്റെ പിതാവിനെ നിങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് പിതാവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ലഭിക്കേണ്ടതിന് നിങ്ങൾക്ക് ലഭിച്ച ആത്മാവിനകത്ത് വെളിപ്പാടിൻ്റെയും ജ്ഞാനത്തിൻ്റെ ആത്മാവിനെയും തുറന്നു വരണം. ആമേൻ. അങ്ങനെ തുറന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി തുറക്കും. ഹൃദയദൃഷ്ടി അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നീ ഭൂമിയിലാണെന്നും പുഴുവാണെന്നും ഇതൊക്കെ പറയുന്നത്. ഹൃദയദൃഷ്ടി തുറന്നാൽ ഒറ്റ വാക്കേ ഉള്ളു, ഭൂമി എന്നുള്ളത് നിനക്കൊരു പ്രശ്നമല്ല, ജഡം എന്നുള്ളൊരു പ്രശ്നമല്ല. ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഹൃദയത്തിന്റെ ദൃഷ്ടി തുറന്നാൽ നിന്നെ വിളിച്ചത് എന്തിനാണെന്ന് കൃത്യം അറിയാൻ പറ്റും. നിന്നെ വിളിച്ചത് എന്താണെന്ന് അറിഞ്ഞാൽ വിശുദ്ധന്മാരിലുള്ള നിന്റെ അവകാശം, പുത്രത്വത്തെ കുറിച്ചുള്ള ബോധ്യം വരും. നിന്റെ കാതലായ വിഷയം തുറക്കുന്ന ഇവിടെയാണ്. ആത്മാവിന്റെ സഹായം നിന്നിലേക്ക് തുടങ്ങുന്നത് നീ യഥാർത്ഥ ദൈവ മകനാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്താനാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധ യേശുക്രിസ്തുവിന്റെ ആത്മാവ് നിന്നോട് പറയുന്ന ഏറ്റവും വലിയ വെളിപ്പാട്, പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് നീ പ്രാപിച്ചത് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. അബ്ബാ, ഞാൻ വിളിക്കുന്ന അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന അതേ ആത്മാവിനാൽ. ഈ വെളിപ്പാടിനകത്തേക്ക് കയറാൻ നേരത്ത് ഹല്ലേലൂയ, ആ സങ്കീർത്തനത്തിനകത്ത് പറയുന്ന അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ എന്ന വേർഡ് കറക്റ്റ് ആകുന്നു. ഹല്ലേലൂയ, തമ്മിൽ വേർപിരിക്കാൻ കഴിയാത്ത രീതിയിൽ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ അടക്കി പിടിച്ചിരിക്കുകയാണ്. നിന്നെ തുറന്ന് കിട്ടിയാൽ നീ നിന്റെ പ്രതിബന്ധങ്ങളെ ചാടിക്കടക്കും. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് ഒരു സുവിശേഷ ആത്മാവ് കൂടെ ഓടണം. ഹല്ലേലൂയ, ഈ ആത്മാവിന്റെ സഹായത്തിനകത്ത് കൊതിക്കുന്ന ചിലർ പുറത്ത് നിൽപ്പുണ്ട്. ഹല്ലേലൂയ, അവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവരുടെ അകത്ത് ആത്മാവിനെ ഉരുവാക്കി ജനിപ്പിക്കാൻ പ്രാപ്തനായ ഒരു കർത്താവിന്റെ സഹായം മുണ്ടക്കയത്തിന്റെ മുമ്പിൽ വാഗ്ദാനമായി കിടക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തിരിക്കുന്ന നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവപുത്രന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. നീ യഥാർത്ഥ മകനാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു ദൈവശബ്ദമുണ്ട്. ഈ ഭൂമിക്ക് ആദമിൽ നിന്ന് വീണുപോയ മനുഷ്യനെ അറിയത്തില്ല. അവർക്കൊരാളെ അറിയാവുള്ളൂ, അത് യേശുക്രിസ്തുവിനെയാ. പിന്നെ ആദമിനെ അറിയായിരുന്നു. ആദം അങ്ങനെ അധികാരത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു. ഇനി ക്രിസ്തുവേശുവിന്റെ ആത്മാവിന്റെ സഹായത്താൽ പുറത്തു വരുന്ന ദൈവപുത്രന്മാരെ ഈ സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നിനക്ക് ലഭിച്ച യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് കേൾക്കാൻ ഈ സൃഷ്ടി രണ്ട് കാതും തുറന്നു വെച്ച് കേട്ടിരിക്കുകയാണ്. നിന്റെ യഥാർത്ഥ ദൂതി ഞാൻ പറയാം. നീ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ അവൻ എനിക്കിത് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ അവനോട് പറയേണ്ട ഏറ്റവും നല്ലൊരു വാക്ക്, എടാ മത്സ്യം, സമുദ്രത്തിൽ കിടക്കുന്ന മത്സ്യം അവിടുന്ന് പിടിച്ച് പുറത്തിട്ടിട്ട് കടന്ന് പിടയ്ക്കുമ്പം എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പറയുന്ന പോലെ ഉള്ളൂ. മനസ്സിലായവർക്കായി സ്തോത്രം. എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ഇത്രേ ഉള്ളു അവൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം. അവൻ ആവശ്യമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു മനുഷ്യനും തള്ളിക്കറയാൻ പറ്റാത്ത രീതിയിൽ ഏറ്റവും നീഡ്ഫുള്ളായി നിൽക്കുന്നൊരു സഹായം. സങ്കീർത്തനക്കാരൻ ഒരുമിച്ച് വിളിച്ചു പറയും, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ വരുന്നു എന്നല്ല, വന്നിരിക്കുന്നു. ഇതൊന്നും ഞാൻ പ്രസംഗിച്ചിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളു. ഹല്ലേലൂയ. ഒറ്റ കാര്യം തിരിച്ചറിയുക, നീ യഥാർത്ഥ മകനായി കഴിഞ്ഞു. നിന്റെ വാക്കിനും നോട്ടത്തിനും ചിന്തയ്ക്കും ഒക്കെ ഇനി പ്രാധാന്യതയുണ്ട്. ഇനി ഈ ഭൂമിയിൽ യേശുവിനെ അല്ല കാണേണ്ടത്, ഇനി യേശുവിനാൽ പുറത്തു വന്ന ദൈവപുത്രന്മാരെയാണ് കാണേണ്ടത്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അതുകൊണ്ട് പൗലോസ് സഭയോട് പറയാണ്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന്. നിനക്ക് ലഭിച്ച അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് നീ അറിയണം. ഇതിന്റെ അർത്ഥം എന്താണ്? യേശുവിന്റെ ആത്മാവിന്റെ സഹായം നിന്നിലേക്ക് എങ്ങനെയെന്ന് നീ അറിയണം. അറിഞ്ഞാൽ നീ ആള് മാറിയിരിക്കും. ഒരുമിച്ച് എഴുന്നേക്കാം. ഞാൻ അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി പ്രസംഗിക്കാം. കണ്ണുകളടച്ച് ദൈവശരണത്തിലൊന്ന് വിട്ടുകൊടുത്താട്ടെ, പൂർണ്ണമായി ഒന്ന് വിട്ടുകൊടുത്ത്. കർത്താവെ, ഈ പ്രസംഗിച്ച ദൈവാശ്രയമുള്ള വാക്കുകൾക്കകത്ത് ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന യഥാർത്ഥ മിസ്റ്ററി, യഥാർത്ഥ രഹസ്യം, യഥാർത്ഥ മർമ്മം പരിശുദ്ധാത്മാവെ എനിക്ക് തുറന്നു നൽകണമേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, ചേർന്ന് എല്ലാവരും കൂടെ പാടിക്കേ, ഹൃദയത്തോടെ പറയേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവിൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. എന്നിൽ വസിക്കും ദൈവാത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നിൽ വസിക്കും നല്ലാത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ. ഓ എന്നോടു മിണ്ടും
എൻ കൂടെയിരിക്കും, എന്നോടു മിണ്ടും, എൻ കൂടെയിരിക്കും. നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവിൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. നാഥാ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ ആയിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ